നമസ്തേ. ശ്രീനാരായണ ഗുരുദേവന്റെ പാദസ്പർശങ്ങളേറ്റ ആലപ്പുഴ കായംകുളം ദേവികുളങ്ങര എന്ന സ്ഥലത്ത് ചേവണ്ണൂർ ക്ലരിയിൽ തൊടുപുഴ യൂണിയനിലെ മുള്ളിരിങ്ങാട് ശാഖയിൽ നിന്നുമെത്തിയ ശ്രീനാരായണീയർക്ക് ശിവഗിരി മഠത്തിന്റെ മുൻ മഠാധിപതിയും രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സംപൂജ്യ വിശുദ്ധാനന്ദ സ്വാമികൾ മുള്ളിരിങ്ങാട് നിന്നുമെത്തിയ ഭക്തർക്ക് ചേവണ്ണൂർ കളരിയെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കുന്നു. നമസ്കാരം. ഇത് ചേവണ്ണൂർ കളരി. പുരാതനമായ ചേവണ്ണൂർ നായർ തറവാടായിരുന്നു ഇത്. ഈ തറവാട്ടിലെ ഈ കാണുന്ന ചാവടിയിലാണ് കുമ്മമ്പള്ളിൽ കുടുംബത്തിൽപ്പെട്ട രാമൻപിള്ള ആശാൻ, കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ, അദ്ദേഹം ഗുരുകുലം നടത്തിയിരുന്നു. കുമ്മമ്പള്ളി രാമൻപിള്ള ആശാൻ അക്കാലത്ത് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ പ്രദേശത്ത് ഏറ്റവും അറിയപ്പെട്ടിരുന്ന മഹാപണ്ഡിതൻ. പണ്ഡിതൻ എന്ന് പറയുമ്പോൾ സംസ്കൃത ഭാഷയിൽ ശാസ്ത്ര പഠനത്തിലും ഗ്രഹണത്തിലും അതുപോലെ ആധ്യാത്മികതയിലും ഉന്നത നിലയിൽ പ്രശോഭിച്ചിരുന്ന ഒരു ഗുരുവായിരുന്നു അദ്ദേഹം. ഈ ചേവണ്ണൂർ തറവാടിലെ ഈ ചാവടിയിൽ 32 വർഷം ഗുരുകുലം നടത്തിയിരുന്നു. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി പഠിച്ചുകൊണ്ടിരുന്നു. 1877 ശ്രീനാരായണ ഗുരുദേവൻ എന്ന മഹാപ്രതിഭ, ഇന്ന് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്ന ആ മഹാഗുരു ഈ ചേവണ്ണൂർ കളരിയിലെ പഠനത്തിൽ വന്നു ചേരുന്നത്. അന്ന് ശ്രീനാരായണ ഗുരുദേവൻ, അന്നത്തെ പേര് നാണു നാരായണൻ എന്നായിരുന്നു, ചെമ്പഴന്തിയിൽ നിന്നും ഇവിടെ 21ാമത്തെ വയസ്സിലാണ് വന്ന് കുമ്മമ്പള്ളി രാമൻപിള്ള ആശാനിൽ നിന്നും ശാസ്ത്ര പഠനം സംസ്കൃത ഭാഷയിൽ അഭ്യസിച്ചു. ഇവിടെ പഠിക്കുന്ന കാലത്ത് വാരണപ്പള്ളി തറവാട്ടിലാണ് താമസവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. വാരണപ്പള്ളി തറവാട്ടിൽ താമസിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ വന്ന് കുമ്മമ്പള്ളി രാമൻപിള്ള ആശാനിൽ നിന്നും പഠനം നിർവഹിക്കുകയായിരുന്നു. ഏതാണ്ട് 2 വർഷത്തോളം മാത്രമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ശാസ്ത്ര പഠനം നടത്തിയത്. അതിനുശേഷം ചെമ്പഴന്തിയിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷമാണ് തിരുവനന്തപുരം തെക്കാട് അയ്യാസ്വാമിയിൽ നിന്നും യോഗവിദ്യ പഠിക്കുന്നതിനും ആ കാലത്താണ് ചട്ടമ്പി സ്വാമികളുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അവരെ പിന്നീട് ആധ്യാത്മിക തലത്തിൽ സുഹൃത്തുക്കളായി അങ്ങനെ തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തും സഞ്ചരിക്കുകയും തെക്കാട് അയ്യാവിൽ നിന്നുള്ള യോഗവിദ്യ അഭ്യസിച്ചതിന് ശേഷം കന്യാകുമാരിക്ക് അടുത്തുള്ള മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവൻ തപസ്സിന് പോവുകയുമായിരുന്നു. അവിടെ ഏതാണ്ട് 3 വർഷത്തോളം തപസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ ശേഷമാണ്
അരിയുപ്പുറത്ത് എത്തുന്നതും അവിടെ ധ്യാന നിമഗ്നനാകുന്നതും 1888 ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് 40 വർഷക്കാലത്തോളം സർവ മാനവരാശിയുടെയും ഉന്നമനത്തിനായി, ആധ്യാത്മികമായും ഭൗതികമായിട്ടുള്ള ഉന്നമനത്തിനായി പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ആ മഹാഗുരുവിൻ്റെ വിദ്യാധാമമാണ് ചേവണ്ണൂർ കളരി. ഇത് വർഷങ്ങളായി കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ്റെ മരണശേഷം ഗുരുകുലം നിന്നുപോയി. അതിനുശേഷം ഇത് ചേവണ്ണൂർ കുടുംബം എന്നുള്ള നിലയ്ക്ക് കുടുംബവാസികൾ, അവിടുത്തെ അംഗങ്ങൾ ഇവിടെ വസിച്ചിരുന്നു. അതിനുശേഷം ഏറെക്കാലമായി ഇത് പഴുതടഞ്ഞ ഒരു നിലയിലായിരുന്നു. 2021 ശിവഗിരി മഠത്തിൽ നിന്നും 2 കോടി രൂപ കൊടുത്ത് അപ്പോഴത്തെ ഇതിൻ്റെ അവകാശിയായിരുന്ന ഇന്ദിരാദേവിയിൽ നിന്നും വിലയാധാരമായി വാങ്ങുന്നത്. ഈ അന്ന് വിലയാധാരത്തിന് ചെലവായ 2 കോടി രൂപയും ശ്രീ കെ മുരളീധരൻ മുരളിയ ഫൗണ്ടേഷനാണ് ശിവഗിരി മഠത്തിന് തരികയും ഈ 2 കെട്ടിടങ്ങൾ, പഴുതടഞ്ഞ കെട്ടിടങ്ങളും വനഭൂമി പോലെ കിടന്ന ഈ ഭൂമി 1.25 ഏക്കർ സ്ഥലവും വാങ്ങി ഗുരുവിന് പാദകാണിക്കയായി സമർപ്പിച്ചത്. അതിനുശേഷം 2022 മുതൽ ഈ കളരിയുടെയും തറവാടിൻ്റെയും പുനരുദ്ധാരണം നിർവഹിച്ച് വരികയായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും പുനരുദ്ധാരണം കഴിഞ്ഞു. ഇപ്പോൾ പുതിയ ചില കൺസ്ട്രക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ചേവണ്ണൂർ കളരി കാലഘട്ടത്തിൽ ഈ കുടുംബാംഗങ്ങൾ എല്ലാ മാനവർക്കും എന്ന് പറഞ്ഞാൽ അധകൃതരായിട്ട് ഈഴവാദി താഴോട്ടുള്ള വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വിദ്യ ദാനം ചെയ്യുന്നതിന് കുമ്മമ്പള്ളി രാമപിള്ള ആശാനിൽ നിന്നും അത് അഭ്യസിക്കുന്നതിന് അവസരം കൊടുത്ത കുടുംബമാണ് ഈ ചേവണ്ണൂർ കുടുംബം. അന്നത്തെ ഈ കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ അദ്ദേഹം ഒരു രാമപിള്ളയായിരുന്നു. അദ്ദേഹം കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ്റെ ശിഷ്യൻ കൂടിയായിരുന്നു. അതുപോലെ വാരണപ്പള്ളിയിലെ അന്നത്തെ കാരണവരും തുടർന്ന് വന്ന അവിടുത്തെ അംഗങ്ങളുമൊക്കെ കുമ്മമ്പള്ളി രാമപിള്ള ആശാൻ്റെ ശിക്ഷണത്തിൽ സംസ്കൃത ഭാഷയിൽ ശാസ്ത്ര പഠനവും മറ്റും നടത്തിയിരുന്നു. അങ്ങനെ ഇവിടുത്തെ കാരണവർ രാമൻപിള്ളയാണ് തൻ്റെ ഗുരുവിന് തൻ്റെ ഇരിപ്പിടം ചാവടി ഗുരുകുലം നടത്താൻ വിട്ടുകൊടുത്തത്. അതാണ് ഏറ്റവും വലിയ അന്നത്തെ കാലത്തെ ഒരു റവല്യൂഷൻ. തറവാടിൻ്റെ ഭൂമുഖത്തിന് നേരെ മുൻവശത്ത് കാണുന്ന അത് ശിവസാന്നിധ്യമുള്ള വില്ലുമരമാണ്. വില്ലുമരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാള ഭാഷയിൽ കൂവളം, ഭസ്മകൂവളം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അതിൻ്റെ തടി നോക്കിയാൽ ഭസ്മം പൂശിയിരിക്കുന്നതായി കാണാം. ശിവന് ഏറ്റവും പ്രിയപ്പെട്ട അർച്ചന ദൈവമാണ്. അത് വളരെ പഴക്കമുള്ളതാണ്. അതിൻ്റെ ചുവടും കാരണം 1.5 നൂറ്റാണ്ടിന് മുമ്പുള്ള വൃക്ഷങ്ങളായിരുന്നപ്പോൾ പലതുമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കാം. ഇപ്പോൾ നമ്മൾ തെങ്ങ്, മാവ്, പ്ലാവ് അതുപോലെ ഈ ഭൂമിക്ക് അനുകൂലമായ വൃക്ഷങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ച് വരികയാണ്. അടുത്ത ഒരു നഴ്സറി, പൂന്തോട്ടങ്ങളുടെ നഴ്സറി തന്നെ വന്നിട്ടുണ്ട്.
നമ്മുടെ അതിർത്തിയിലെല്ലാം ആ പൂക്കളുടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ